ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മാർച്ച് മാസം മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാസഫലങ്ങൾ പറയുന്നു. ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങളുടെ ലബ്ധിയും മനസ്സിലാഗ്രഹിക്കുന്ന സർവ്വവിധ കാര്യങ്ങളുടെയും വിജയങ്ങളും, കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും, രോഗികളായിരുന്നവർക്ക് രോഗശമനവും, പലവിധങ്ങളായ ദ്രവ്യങ്ങളുടെ ലാഭവും, സർക്കാരിൽ നിന്ന് ചില ബഹുമതികൾ ലഭ്യമാകുകയും ധനത്തിന്റെയും ധാന്യങ്ങളുടെയും ലാഭാദി അനുഭവങ്ങളും, സമൂഹത്തിൽ നിന്ന് ബഹുമാനം സിദ്ധിക്കുകയും, ശത്രുക്കളുടെ നാശമോ അവർ മിത്രങ്ങളായി മാറുകയോ ചെയ്യുകയും, ജീവിത പങ്കാളിയുടെ സാമീപ്യവും, വിശേഷപ്പെട്ട വസ്ത്രങ്ങളുടെ ലാഭവും തുടങ്ങിയ ശുഭാനുഭവങ്ങളും, സൂര്യൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി കൊണ്ട് സ്ഥാനമാനങ്ങളിൽ നിന്ന് പതനവും, പലവിധങ്ങളായ ദ്രവ്യങ്ങളുടെ നാശവും, സൽപ്രവൃത്തികൾ ഫലപ്രദമാകാതെ വരികയും മേടക്കൂർ നക്ഷത്രക്കാർക്ക് മാർച്ച് മാസ ഫലങ്ങളായിരിക്കും. ശുഭഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകാനും അശുഭ ഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ ഉത്തമമാണ്. അടുത്തത് ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക 1, 2, 3 പാദം, രോഹിണി നക്ഷത്രം, മകയിരം 1, 2 പാദക്കാർക്ക് സ്വന്തം തൊഴിലുകളുടെ ധാരാളമായ ലബ്ധിയും, ഇടപെടുന്നതായ സകല കാര്യങ്ങളിലും വിജയങ്ങളും, പൊതുപ്രവർത്തകരായവർക്കും മറ്റും സ്ഥാനമാനങ്ങളുടെ ലബ്ധിയും, കുടുംബത്തിലെ ഐശ്വര്യവും, രോഗികളായിരുന്നവർക്ക് രോഗവിമുക്തിയും, പലവിധ ദ്രവ്യങ്ങളുടെ ലാഭവും, ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും സുഖവും സന്തോഷവും, ബന്ധുജനങ്ങളുടെ സ്നേഹവാത്സല്യങ്ങളും, ധനലാഭാദി അനുഭവങ്ങളും, മനസ്സിന് നല്ല സന്തോഷവും അനുഭവമാകുകയും, വ്യാഴം, ചൊവ്വ, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനിഷ്ട സ്ഥിതി കൊണ്ട് ജീവിത പങ്കാളിയുമായി കലഹത്തിനുള്ള സാധ്യതകളും സന്താനങ്ങളുമായി കലഹത്തിനുള്ള സാധ്യതയും ഉണ്ടാകുകയും, പ്രവർത്തിക്കേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കാനുള്ള ബുദ്ധി തോന്നാതിരിക്കുകയും, ധനം, വിദ്യ, കീർത്തി ഇവകൾക്ക് നാശമുണ്ടാകുകയും, പണ്ടെങ്ങോ സംഭവിച്ചതായ ചില തെറ്റുകളുടെ ഫലം അനുഭവിക്കേണ്ടതായി വരികയും, ജനങ്ങളുമായി കലഹവും, സർക്കാരിൽ നിന്നും അഗ്നിയിൽ നിന്നും ചില പീഡകളും, കള്ളന്മാരുടെ ഉപദ്രവങ്ങളും തുടങ്ങിയ സുഖ ദുഃഖ സമ്മിശ്ര അനുഭവങ്ങൾ ഈ മാസത്തിലുണ്ടാകും. ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്കും അശുഭ അനുഭവങ്ങൾ അനുഭവമാകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമായിരിക്കും. അടുത്തത് മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം 3, 4 പാദക്കാർക്കും തിരുവാതിര, പുണർദം 1, 2, 3 പാദക്കാരായ നക്ഷത്രക്കാർക്ക് സ്വന്തം തൊഴിലുകളുടെ ധാരാളമായ ലബ്ധിയും, ഇടപെടുന്നതായ എല്ലാ കാര്യങ്ങളിലും വിജയങ്ങളും ഉണ്ടാകുമെങ്കിലും സപ്തഗ്രഹങ്ങളും അനിഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ പലവിധങ്ങളായ ആപത്തുകൾ വന്നു ചേരുകയും, ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവൃത്തികൾക്ക് തടസ്സങ്ങൾ വന്നു ഭവിക്കുകയും, അസഹ്യമായ ചില ദുഃഖങ്ങൾക്ക് വിധേയനാകേണ്ടി വരികയും, സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള വീഴ്ചയും അർത്ഥനാശങ്ങളും, ശത്രുക്കളുടെ വർധനയും, സ്ത്രീകൾക്ക് പുരുഷന്മാർ നിമിത്തവും പുരുഷന്മാർക്ക് സ്ത്രീകൾ നിമിത്തവും ചില കലഹങ്ങളും അപമാനങ്ങളും, കാര്യതടസ്സങ്ങളും, ബന്ധനത്തിൽ അകപ്പെട്ടു പോകാനുള്ള ദുര്യോഗവും അനുഭവം ആകും. ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്കും അശുഭ അനുഭവങ്ങൾ അനുഭവമാകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈശ്വരാനുഗ്രഹം ഉള്ള കാലമാണ്. പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും ഉയർന്ന സ്ഥാനമാനങ്ങളുടെ പ്രാപ്തിയും, ഇടപാടുകളിൽ നിന്ന് കൈയും മനസ്സും നിറയെ ധനലാഭങ്ങളും, മനസ്സിൽ ഉദ്ദേശിക്കുന്നതായ അഭീഷ്ടങ്ങളുടെ സിദ്ധിയും, ജീവിത പങ്കാളിയുടെ സാമീപ്യവും മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും നൽകുന്നതാണ്. എന്നാൽ സൂര്യൻ, ശനി, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ അനിഷ്ട രാശി സഞ്ചാരം കൊണ്ട് ചില ആപത്തുകളും രോഗാനുഭവങ്ങളും, സ്വജന വിരോധവും, അർത്ഥനാശങ്ങളും, അനാവശ്യ ചിലവുകളുടെ വർധനയും, വിദേശത്തു നിന്ന് അവധിക്ക് നാട്ടിൽ വന്നവർക്ക് അവധി റദ്ദാക്കി തിരികെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വരികയും, പിത്തകോപം, നേത്രരോഗം തുടങ്ങിയ രോഗാരിഷ്ടതകളും അനുഭവം ആകുന്നതാണ്. ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്കും അശുഭാനുഭവങ്ങൾ അനുഭവമാകാതിരിക്കുന്നതിനും ദേവീക്ഷേത്ര ദർശനങ്ങളും
വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ഗുരു 10-ാമിടത്തും ശനി 7-ാമിടത്തുമാകയാൽ കണ്ടകശനിയുടെ ദുരിതകാലമാണ്. ഈശ്വരാനുഗ്രഹം കുറവുള്ള കാലവുമാണ്. ജീവിത പങ്കാളിക്ക് തന്നോട് വൈമുഖ്യം തോന്നുകയും ഉദരരോഗങ്ങളും സർക്കാരിൽ നിന്നോ ഭരണാധികാരികളിൽ നിന്നോ ചില ഭീഷണികളോ ഭയപ്പെടുത്തലുകളോ ഉണ്ടാകുകയും സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള പതനവും അർത്ഥനാശങ്ങളും സംഭവിക്കുകയും ചൊവ്വ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥിതി നിമിത്തം സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചില നേതൃത്വ പദവികൾ ലഭ്യമാകുകയും അർത്ഥലാഭങ്ങളും പലവിധങ്ങളായ സുഖങ്ങളും ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകുകയും കുടുംബത്തിൽ സുഖവും ഐശ്വര്യവും ഗൃഹോപകരണങ്ങളുടെ ലാഭവും വിശേഷപ്പെട്ട വസ്ത്രങ്ങളുടെ ലാഭവും അനുഭവം ആകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ രൂക്ഷമാകാതിരിക്കാനും ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കന്നിക്കൂറ് നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4 പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രം 1, 2 പാദക്കാർക്കും പൊതുവെ ഈശ്വരാനുഗ്രഹമുള്ള കാലമാണ്. ഈ കാലത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇടപാടുകളിൽ നിന്ന് കൈയും മനസ്സും നിറയെ ധനലാഭങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. ദീർഘനാളായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് വിവാഹ ലബ്ധിയുണ്ടാകും. സന്താനങ്ങൾക്കായി കാത്തിരുന്നവർക്ക് സന്താന ലബ്ധിയും ഉണ്ടാകുന്നതാണ്. ചില സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ശത്രുക്കൾക്ക് നാശമോ ശത്രുക്കളുടെ മനസ്സുമാറി അവർ മിത്രങ്ങളാകുകയോ ചെയ്യും. ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകും. ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ അനിഷ്ടരാശി സ്ഥിതി കൊണ്ട് തൊഴിൽ തടസ്സങ്ങളും അർത്ഥനാശങ്ങളും സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിമിത്തവും പുരുഷന്മാർക്ക് സ്ത്രീകൾ നിമിത്തവും ചില ഉപദ്രവങ്ങളും ജീവിത പങ്കാളിയുമായി വിയോഗമോ തുടങ്ങിയ അശുഭാനുഭവങ്ങളും അനുഭവം ആകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭ ഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ സഹായകമായിരിക്കും. അടുത്തത് തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി, വിശാഖം 1, 2, 3 പാദക്കാരായ നക്ഷത്രക്കാർക്ക് സൂര്യന്റെയും ബുധന്റെയും 6-ാമിടത്തു കൂടിയുള്ള സഞ്ചാരം കൊണ്ട് ചില സ്ഥാനമാനങ്ങളുടെ ലാഭങ്ങളും അർത്ഥലാഭങ്ങളും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുകയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയോ ശത്രുനാശമോ സംഭവിക്കുകയും ഗുരു, ചൊവ്വ, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനിഷ്ടരാശി സ്ഥിതി കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും സ്ഥലം മാറ്റം പോലെയുള്ള അശുഭങ്ങളും അലച്ചിലുകളും മരണഭയം മനസ്സിനെ അലട്ടുകയും സന്താനങ്ങളുമായി വിരഹവും തുടങ്ങിയ അശുഭ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭങ്ങൾ അനുഭവമാകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ നല്ലതാണ്. അടുത്തത് വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം 4-ാം പാദവും അനിഴവും തൃക്കേട്ടയുമായ നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹമുള്ള കാലമാണ്. ധാരാളം ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന വളരെ വലിയ സമൃദ്ധിയുടെ കാലമാണ്. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള ബുദ്ധിയും അതുപോലെ വേണ്ട സമയത്ത് വേണ്ടത് പറയാനുള്ള ആർജവവും ഉണ്ടാകും. ചില സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതാണ്. ദാമ്പത്യ സുഖവും കുടുംബത്തിലെ ഐശ്വര്യവും ഉണ്ടാകും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. സൂര്യൻ, ചൊവ്വ, ശനി, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനിഷ്ട സ്ഥിതി കൊണ്ട് രോഗാരിഷ്ടതകളും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും സന്താനങ്ങളും പങ്കാളിയുമായി കലഹങ്ങളും കുടുംബവുമായി വേർപാട്, അന്യദേശത്തേക്ക് പോകേണ്ടി വരിക, രക്തദോഷം, ഒടിവ്, അംഗഭംഗം തുടങ്ങിയ അരിഷ്ടതകളും മാനത്തിന് ക്ഷയവും മനോദുഃഖങ്ങളും തുടങ്ങിയ ശുഭ അശുഭ സമ്മിശ്രങ്ങളായ ഫലങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് അനുഭവങ്ങളാകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. ധനുക്കൂറ് നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് സ്ഥാനമാനങ്ങളുടെ ലാഭവും അർത്ഥലാഭങ്ങളും ശത്രുക്കൾക്ക് നാശമോ അവരുടെ ശത്രുത മാറി മിത്രങ്ങളാകുകയോ ചെയ്യുകയും ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുകയും ധനധാന്യ ലാഭങ്ങളും നാൽക്കാലി ലാഭങ്ങളും മനസ്സിലുദ്ദേശിക്കുന്നതായ കാര്യങ്ങൾക്ക് അഭീഷ്ട സിദ്ധിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങളും തുടങ്ങിയ ശുഭാനുഭവങ്ങളും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും സ്ഥാനചലനങ്ങളും
പല്ലുകൾക്കും ഉദരത്തിനും കണ്ണുകൾക്കും രോഗാദി പീഡകളും തുടങ്ങിയ അശുഭങ്ങളും അനുഭവം ആകും. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമായിരിക്കും. അടുത്തത് മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം 2, 3, 4, തിരുവോണം, അവിട്ടം 1, 2 പാദക്കാരായ നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകരായവർക്കും സ്ഥാനലാഭങ്ങളും അർത്ഥലാഭങ്ങളും ഉണ്ടാകുകയും മനസ്സിലുദ്ദേശിക്കുന്നതായ എല്ലാ കാര്യങ്ങൾക്കും അഭീഷ്ടസിദ്ധിയും, പുതിയ വീട് വാങ്ങാൻ കഴിയുകയോ പണി തീർന്ന് കയറി താമസിക്കാൻ കഴിയുകയോ ചെയ്യുകയും സ്വർണലാഭങ്ങളും വർദ്ധിച്ച തോതിലുള്ള ധനലാഭങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ നാശമോ ശത്രുതാ മനോഭാവം മാറി മിത്രമായി മാറുകയോ ചെയ്യുകയും തുടങ്ങിയ ശുഭാനുഭവങ്ങളും, ജനങ്ങളുമായി വിരോധം തോന്നുക, കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുക, പങ്കാളിയുമായും സന്താനങ്ങളുമായും വിരഹം ഉണ്ടാകുക, ദൂരദേശത്തേക്ക് പോകേണ്ടി വരിക തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടാകാവുന്നതാണ്. ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് കുംഭക്കൂറ് നക്ഷത്രക്കാരായ അവിട്ടം 3, 4, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദക്കാരായ നക്ഷത്രക്കാർക്ക് അമിതമായ അധ്വാന നിമിത്തം ശരീരത്തിന് അനാരോഗ്യവും വിഭവങ്ങൾക്ക് നാശവും, അന്യരാൽ വഞ്ചിക്കപ്പെടുകയും പകർച്ചവ്യാധികൾ പിടിപെടുകയും ദ്രവ്യങ്ങൾക്ക് നാശവും, കണ്ണുകൾക്ക് രോഗാദി പീഡകളും, ബന്ധുക്കളുടെ വിരോധങ്ങളും ഉപദ്രവങ്ങളും, വിഷഭയം, അഗ്നിഭയം തുടങ്ങിയ അശുഭങ്ങളും, സന്താനങ്ങളിൽ നിന്ന് ദുഃഖാനുഭവങ്ങളും അനുഭവമാകും. വിദ്യയും വാക്കും ഗുണമായി മാറുകയും ധനലാഭങ്ങളും ദ്രവ്യലാഭങ്ങളും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും ദാമ്പത്യ സുഖവും തുടങ്ങിയ സുഖ ദുഃഖ സമ്മിശ്ര അനുഭവങ്ങൾ കുംഭക്കൂറുകാർക്ക് അനുഭവമാകും. ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്കും അശുഭാനുഭവങ്ങൾ അനുഭവമാകാതിരിക്കാനും ശാസ്താക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ്. അടുത്തത് മീനക്കൂറ് നക്ഷത്രക്കാരായ പൂരുരുട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയുമായ നക്ഷത്രക്കാർക്ക് സ്ഥാനഭ്രംശം, ദ്രവ്യങ്ങൾക്ക് നാശം, സൽപ്രവൃത്തികൾക്ക് ഫലമില്ലാതെ വരിക, അമിതമായ അധ്വാനം കൊണ്ട് ശരീരത്തിന് അനാരോഗ്യം, അന്യരാൽ വഞ്ചിക്കപ്പെടുക, പകർച്ചവ്യാധികൾ പിടിപെടുക, ഏത് കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുക, ദുർജനങ്ങളുമായി സംസർഗമുണ്ടാകുക, ഉദരരോഗങ്ങൾ, രക്തസ്രാവം, ജ്വരം തുടങ്ങിയ രോഗാദി ക്ലേശങ്ങൾ, ദുർവാക്ക് നിമിത്തം ധനനഷ്ടം, ബന്ധുക്കളുമായി കലഹം, അന്യദേശവാസം തുടങ്ങിയ അശുഭങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതും ഈശ്വരാധീനമില്ലാത്തതുമായ കാലമായിരിക്കും. അശുഭാനുഭവങ്ങളുടെ രൂക്ഷത കുറഞ്ഞ് കിട്ടുന്നതിനും അനുഭവമാകാതെ ഇരിക്കുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമായിരിക്കും. എല്ലാ നക്ഷത്രക്കാരുടെയും മാർച്ച് മാസ ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.